ശ്രീകോവിലെ കട്ടിളപ്പാലിയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം കമ്മീഷണർ ഡിജിപിക്ക് പരാതി നൽകി. ദേവസ്വം വിജിലൻസ് എസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സിജോ വി ജോൺ ചേരുന്നു. സിജോ, എന്താണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം? ഈ പരാതിയിൽ പറയുന്നത് ഈ ദ്വാരപാലക ശില്പത്തിലാണ് ആദ്യം ഈ സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരുന്നത്. പ്രാഥമിക റിപ്പോർട്ടിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നത്. അതിൽ നിന്ന് സ്വർണം ഉരുക്കി അത് പിന്നീട് ഇയാൾ കൊണ്ടുപോയി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇന്നലെ കൊടുത്ത റിപ്പോർട്ടിലാണ് ഈ ശ്രീകോവിലിലെ വാതിലിലെ പാളികൾ അത് അടർത്തിയെടുത്തുകൊണ്ട് അത് കൊണ്ടുപോയതിനു ശേഷം അത് നന്നാക്കുന്നതിനിടെ അത് ഉരുക്കി അതിൽ നിന്ന് സ്വർണം എടുത്തതായി വിവരങ്ങൾ പുറത്തു വരുന്നത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം എന്നാണ് തന്നെയാണ് വിജിലൻസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ പാളികൾ കൊണ്ടുപോയതുപോലെ തന്നെ ഈ പാളികളിലും ഈ പറയുന്ന സ്വർണം എന്നത് ചെമ്പെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരത്തിലും ഇതിലൊരു ഗൂഢാലോചന നടന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാകുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു പ്രത്യേകമായി അന്വേഷിക്കണമെന്നൊരു ആവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി അവിടെ സുനിൽ എത്തി ഇവർക്ക് ഡിജിപിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അടുത്ത നടപടി എന്ന് പറയുന്നത് ഡിജിപി ഇത് SITക്ക് കൊടുക്കും. അതിന് പ്രത്യേക കേസായി എടുക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. അത് അവരാണ് തീരുമാനിക്കുക. എന്തായാലും ഇത് വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കണം. ഈ ശ്രീകോവിലിലെ പാളികൾ കൊണ്ടുപോയതിലും അതിൻ്റെ സ്വർണ്ണപ്പാളികൾ അത് കൊണ്ടുപോയതിലും പ്രത്യേകമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇന്നലെ അദ്ദേഹം എത്തി ഒരു പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നൊരു കാര്യം മാത്രമാണ് അതിൽ പറഞ്ഞിരുന്നത്. ഈ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്.